ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം എത്ര എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിനായി നമ്മൾ ആകെ പഠിച്ചു വെക്കുന്നത് 60A/11 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ മാത്രമാണ്. നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 3 മണിക്കും 4 മണിക്കും ഇടയിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം എത്ര? നമ്മൾ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, 60A/11 ആണ്. നമ്മളിവിടെ 60 ചെയ്താൽ എ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്ന ടൈം ഇപ്പം 3 മണിയാണ്. 3/11 ചെയ്യുക. ഇപ്പം നമുക്ക് 180/11 കിട്ടും. നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ 3 മണി കഴിഞ്ഞ് 16/4/11 മിനിറ്റ് എന്ന് ലഭിക്കും. നമുക്ക് 180/11 എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഇവിടെയുള്ള 180 എത്ര പ്രാവശ്യം 11 പോകുമെന്ന് നോക്കാം. നമുക്ക് 10 പ്രാവശ്യം ആണെങ്കിൽ നമുക്ക് 110 കിട്ടുക. 11 പ്രാവശ്യം 121. നമുക്ക് നോക്കുമ്പോൾ 16 പ്രാവശ്യമാണ് പോകാൻ കിട്ടും. 16 × 11 ചെയ്യാം. 11ൻ്റെ ഗുണിതം നമ്മളെല്ലാവരും പഠിച്ചതാണ്. അതിന് ഒരു ട്രിക്കുണ്ട്. അപ്പം 16 × 11 176. അപ്പോൾ ഇവിടെ 16 176. ബാക്കി നമുക്ക് ശിഷ്ടം 4. ഇനി നമ്മൾ ഇതിനെ എഴുതാൻ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇവിടെ കിട്ടിയ ഈ 16 ഇവിടെ എഴുതും. 16 നമുക്ക് ലഭിച്ച ശിഷ്ടം ഇവിടെ എഴുതും. നമ്മൾ ഹരിക്കുന്ന സംഖ്യ 11 ഇവിടെ എഴുതും. രീതിയിലാണ് ഇതിനെ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 10 മണിക്കും 11 മണിക്കും ഇടയിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം. നമ്മൾ ഇക്വേഷൻസ് അറിയാം. 60A/11 60 ഗുണിക്കണം എ. നമുക്ക് ആദ്യത്തെ സമയം 10/11 600/11 കിട്ടും. 600/11 എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. 11 എഴുതുക, 60 എടുക്കുക. 60-ൽ 11 5 പ്രാവശ്യം, 5 11 55. ബാക്കി 5 50. 50-ൽ വീണ്ടും 11 4 പ്രാവശ്യം, 4 11 44. ബാക്കി ശിഷ്ടം 6. നമ്മൾ ആദ്യം തന്നെ ഇവിടെയുള്ള 54 ഇവിടെ എഴുതും. നമുക്ക് ശിഷ്ടമായ 6 മുകളിൽ എഴുതി. ഇത് നമ്മളെ ഹരിക്കുന്ന 11 ഇവിടെ എഴുതി. അപ്പോൾ 54 6/11 നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പം നമ്മുടെ ആൻസർ 10 മണി കഴിഞ്ഞിട്ട് 54 മിനിറ്റും 8 മണിക്കും 9 മണിക്കും ഇടയിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം. നമ്മൾ ഇക്വേഷൻ അറിയാം. 60A/11 ആണ്. അപ്പോൾ നമുക്ക് 60 × A. ആദ്യത്തെ സമയം 8/11 6 8 48 480/11 ഡിവൈഡ് ചെയ്യണം. 480/11 ഇവിടെ 4 11 44. ബാക്കി 40. 40-ൽ 11 3 പ്രാവശ്യം, 3 11 33. ബാക്കി ശിഷ്ടം 7. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയ 43 ഇവിടെ എഴുതുക. കിട്ടിയ ശിഷ്ടം 7 ഇവിടെ എഴുതുക. നമ്മൾ ഹരിക്കുന്നു 11 ഇവിടെ. 43 7/11. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ 8 മണി കഴിഞ്ഞ്
43/7/11 മിനിറ്റ്.